ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മമ്മി സിനിച്ചേച്ചും പൊക്കോളൂ. നിങ്ങൾ അവിടെ എത്തുന്നതിന് പിറകെ ഞാനും എത്തും. ഞാൻ അവിടെ ഇല്ലാതെ ഇന്ന് നവീന്റെ ബർത്ത്ഡേ നടക്കില്ല. അപ്പൊ നീ എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു അല്ലേ? തൽക്കാലം മമ്മി ഇതെന്റെ കുട്ടികളെയായിട്ട് കണ്ടാ മതി. മമ്മി അങ്ങോട്ട് നോക്കി. മമ്മി നീ എന്താടി ഇവിടെ? അത് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങാൻ. ഗിഫ്റ്റോ? ആർക്ക്? അത് ഇന്ന് നവീന്റെ ബർത്ത്ഡേ അല്ലേ, എല്ലാവരും കൂടെ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പറഞ്ഞെന്നെ നിർബന്ധിച്ചു. നവീന് നീ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ? അങ്ങനെ അവിടെയുള്ളവർ ആരെങ്കിലും നിർബന്ധിച്ചാ അത് നീ എന്നോട് വിളിച്ചു പറയണ്ടേ? മമ്മിയോട് വിളിച്ച് അനുവാദം ചോദിക്കണ്ടേ? അതെന്താ പറയായിരുന്നേ? ഞാനങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് ഇറങ്ങിയപ്പോ. നീ തീരുമാനിച്ചിരുന്നു. നീ ദിവസം കാത്തിരിക്കായിരുന്നു. നീ കരുതിക്കൂട്ടി നവീനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാം. അവരൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ ഗാഥയ്ക്കൊരു കുറവുണ്ടാവരുതെന്നാ ഞാൻ കരുതിയെ. വാട്ട്? എന്റെ കുറവുകൾ തീർക്കുന്നത് നീയാണോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്താടി കുറവ്? ഞാൻ ആരുടെയെങ്കിലും മുന്നില് കൈ നീട്ടി കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും കരാർ എഴുതി ഒപ്പിട്ടിട്ടുണ്ടോ? അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തെരുവില് തെണ്ടിയിട്ടുണ്ടോ? ഉണ്ടോടി? കഥ ആളുകളുണ്ട് ഇവിടെ. ഉണ്ടാവട്ടെ മമ്മി. ഇവളെയൊക്കെ തെരുവിൽ വെച്ച് തന്നെ പറയണം. ഇവളുടെയൊക്കെ തനി സ്വഭാവം എന്താണെന്ന് ആളുകൾ മനസ്സിലാക്കട്ടെ. വേണ്ട ഗാഥ മാഡം, എന്തായാലും ഗാഥ മാഡം ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് വാങ്ങിച്ചല്ലോ. കൃഷ്ണ ഇതുമായിട്ട് ഞങ്ങൾക്കൊപ്പം വന്നോട്ടെ. അത് നല്ലതാ. ഞാൻ തെരഞ്ഞെടുത്ത ഗിഫ്റ്റ് അവള് നവീന് കൊടുക്കണ്ട. അവള് വാങ്ങാമെന്ന ഗിഫ്റ്റ് അവള് വാങ്ങിച്ചോട്ടെ. അത് വേണ്ട ഗാഥ മാഡം. നീ വാങ്ങിച്ചോ. എന്തായാലും ഇത്രയും ദൂരം നീ വന്നതല്ലേ, അത് വെറുതെ ആക്കണ്ട. ചെല്ല്. ചെല്ലുകുട്ടി. നീ ഇപ്പൊ ഗിഫ്റ്റ് വാങ്ങിച്ചതുകൊണ്ടേ എനിക്കൊരു വിഷമവുമില്ല. ധൈര്യമായിട്ട് ചെന്നു. ചെല്ലടി. മോളെ, ഓഫീസിൽ നിന്ന് വണ്ടി വരാനായിട്ട് പറയാം. മോൾ ആ വണ്ടിയിൽ വീട്ടിലേക്ക് പോക്കോ. വണ്ടി വിളിക്കണ്ട. ഞാൻ നിങ്ങളോടൊപ്പം കളരിക്കലേക്ക് വരികയാണ്. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞിരുന്നത്. വേണമെന്ന് എനിക്കിപ്പൊ തോന്നി. നവീന്റെ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നവീന്റെ കൂടെ നിൽക്കേണ്ടത് ഞാനാണെന്ന്. അപ്പൊ മമ്മി ശാപത്തിന്റെ കഥ പറഞ്ഞു. ഇപ്പൊ കണ്ടോ, കൃത്യസമയത്ത് അവള് പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി ഞാനങ്ങോട്ട് ചെല്ലാം. കൃഷ്ണ ഗിഫ്റ്റ് വാങ്ങി അങ്ങോട്ടേക്ക് എത്തില്ലേ, അപ്പൊ എന്ത് ചെയ്യും? കൃഷ്ണ വരില്ല. അവൾ അങ്ങോട്ട് വരാതിരിക്കാനുള്ള മാർഗമൊക്കെ എനിക്കറിയാം. വേണ്ട ഗാഥ, ആപത്ത് എരന്ന് വാങ്ങുക നീ ഇപ്പൊ ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇപ്പൊ പോകുന്നുള്ളൂ. ഓക്കെ, മമ്മി സിനിച്ചേച്ചും പൊക്കോളൂ. നിങ്ങൾ അവിടെ എത്തുന്നതിന് പിറകെ ഞാനും എത്തും. ഞാൻ അവിടെ ഇല്ലാതെ ഇന്ന് നവീന്റെ ബർത്ത്ഡേ നടക്കില്ല. അപ്പൊ നീ എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു അല്ലേ? തൽക്കാലം മമ്മി ഇതെന്റെ കുട്ടികളെയായിട്ട് കണ്ടാ മതി. മമ്മി
പല ചടങ്ങുകളിലും ഞാനും അവളും തമ്മിൽ മാറി മാറി നിന്നിട്ടില്ലേ? ആ, ഇതുവരെ ആരും അത് തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. ഇത് ഞാൻ സ്നേഹിക്കുന്ന പുരുഷന്റെ ഒരു ചടങ്ങാ. അതിന്റെ നടുവിലെ നിൽക്കണം മമ്മി. അതിന്റെ സിമ്പിളായ ഒരു ആഗ്രഹമല്ലേ? ഓക്കെ? ഏതായാലും വഴിയിൽ വെച്ചൊരു തർക്കത്തിന് ഞാനില്ല. നിർബന്ധമാണെങ്കിൽ വന്നോളൂ. താങ്ക്സ് മമ്മി. ദിസ് ഇസ് മൈ മമ്മി. ഞാൻ എന്താവശ്യപ്പെട്ടാലും അതെല്ലാം എനിക്ക് വാങ്ങിച്ചു തരുന്ന സിത്താര ശ്രീനിവാസ് എന്ന സ്വീറ്റ് മമ്മി. ബാ. സിനി വാ. ഗോപാലേട്ടാ, ഗോപാലേട്ടാ, മുട്ട വാങ്ങിക്കണം. പിന്നെ പച്ചക്കറിയും തീരാറായി. എന്തെങ്കിലും കാര്യമായിട്ട് വാങ്ങിച്ചേ പറ്റൂ. ഒക്കെ വാങ്ങിക്കാം. വൈകുന്നേരം ഞാൻ വരുമ്പോ മതിയല്ലോ. ആ മതി. ഗോപാല, ആ ഗോപാല, എന്നെ കൂടെ ആ ബസ് സ്റ്റോപ്പിൽ നിറക്കുവോ? തങ്കേച്ചി എങ്ങോട്ടേക്ക് പോവാ? ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞിരിക്കുന്ന ദിവസം ഇന്നാണോ? അല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അതിന് ഞങ്ങളും കൂടെ വരില്ലേ? ഞാൻ ആശുപത്രിയിലേക്കൊന്നും അല്ല പോകുന്നേ. അമ്പലത്തിലേക്കാണോ? അതുമല്ലേ, ഞാൻ കളരിക്കലേക്ക് പോവുക. കളരിക്കലേക്കോ? അവിടെ നവീന്റെ പിറന്നാളാ. ഞാനതിന് പങ്കെടുക്കാൻ പോവാ. തങ്കം എന്താ ഈ പറയുന്നേ? നവീന്റെ പിറന്നാളിന് സിത്താരമ്മ അവിടെ ഉണ്ടാവില്ലേ? അല്ല, നിങ്ങൾ തമ്മിൽ കണ്ട പ്രശ്നമാവൂലേ? പ്രശ്നമാവുകയാണെങ്കിൽ ആവട്ടെ. ഇത്രയും നാൾ ഒളിച്ചും പതുങ്ങിയും ആരോടും ഒന്നും പറയാതെ നടന്നിട്ടുണ്ട്. ചത്തതിനൊപ്പം ജീവിച്ചിട്ടുണ്ട്. ഇനി അത് പറ്റില്ല. എന്റെ മോളെ കല്യാണം കഴിപ്പിച്ച വീടാ അത്. എന്റെ മരുമകന്റെ പിറന്നാളാ ഇന്ന്. എനിക്കതിന് പങ്കെടുത്തേ പറ്റൂ. തങ്കേച്ചി ഇങ്ങനെ വാശി പിടിക്കില്ലേ? ഈ സമയം തങ്കേച്ചി അവിടെ ചെന്ന് കേറിയ കൃഷ്ണയുടെ അവസ്ഥ എന്താകും? അതുകൂടി ആലോചിക്കണ്ടേ? തങ്കം, മോളെ വിവാഹം കഴിച്ച വീട്ടിൽ പോകണം, മരുമകനെ കാണണം, ഇതൊക്കെ തോന്നാവുന്ന ആഗ്രഹങ്ങളൊക്കെ തന്നെയാ. എന്ന് കരുതി ഇപ്പൊ തങ്കം അങ്ങോട്ട് പോവാൻ ഞങ്ങള് സമ്മതിക്കില്ല. എല്ലാം കൂടി പൊട്ടിത്തെറിച്ചാൽ എന്താവും അറിയില്ല. നിങ്ങൾ എന്നെ വിലക്കണ്ട. ഞാൻ പോകും. പാടില്ല തങ്കേച്ചി. കൃഷ്ണ തങ്കേച്ചി പറയുന്നതൊക്കെ ഇപ്പൊ അനുസരിക്കുന്നില്ലേ? എന്നിട്ടിപ്പൊ അവളെ തോൽപ്പിക്കുന്ന രീതിയില് തങ്കേച്ചിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് ശരിയാണോ? സുനന്ദേ, നീയും ഗോപാലനും ഇപ്പൊ ഈ ലോകത്ത് ഞങ്ങൾക്കുള്ള ഒരേ ഒരു ബന്ധുക്കളാ. നിങ്ങള് എനിക്കും കൃഷ്ണയ്ക്കും ചെയ്തു തന്ന കാര്യങ്ങളുടെ വലിപ്പം എത്ര പറഞ്ഞാലും തീരില്ല. വേറെ എന്താണെങ്കിലും നിങ്ങൾ പറയുന്ന ഞാൻ അനുസരിക്കാം. പക്ഷേ ഈ കാര്യത്തില് നിങ്ങൾ രണ്ടുപേരും എന്നെ നിർബന്ധിക്കാൻ പാടില്ല. എനിക്ക് പോണം. അവിടെ ചെന്നിട്ട് അതിൽ പങ്കെടുക്കണം. തങ്കം, എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് വിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തനിച്ചു പൊക്കോളാം. ഗോപാലേട്ടാ, തങ്കേച്ചിയുടെ മനസ്സ് വേദനിപ്പിക്കണ്ട. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും തങ്കേച്ചി കേൾക്കില്ല. പിന്നെ തങ്കേച്ചിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. തങ്കേച്ചി പൊയ്ക്കോ.